അടുത്ത ദിവസം ഗ്രാമവാസികൾ എല്ലാവരും കൂടി അതിഥികൾക്കായി ഒരു വിരുന്നൊരുക്കുന്നു. അതിലൊരു ഗസ്റ്റ് പോലെ ഒരു വൃദ്ധ ദമ്പതിമാർ വന്നു നിൽപ്പുണ്ട്. വിരുന്നിനു ശേഷം അവരൊരു മലയിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം അവരുടെ കൈ മുറിച്ച് രക്തം ഒരു ശിലാവിഗ്രഹത്തിൻ്റെ മുന്നിൽ തേക്കുന്നു. ശേഷം അവർ മലയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുകയാണ്. അതുവരെ കൂളായിട്ടിരുന്ന ഡാനിയും ക്രിസ്റ്റിനും ഒക്കെ പേടി ചന്താളിച്ച് നിൽക്കുവാണ് ആ സീൻ കണ്ടിട്ട്. എന്താ സംഭവിക്കുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. വൃദ്ധ തൽക്ഷണം മരിച്ചു. വൃദ്ധൻ മരിക്കാത്തതുകൊണ്ട് ഗ്രാമത്തിലെ പ്രധാനികൾ ഒരു ചുറ്റിക എടുത്തുകൊണ്ട് വന്ന് വൃദ്ധൻ്റെ തല തല്ലി പൊളിച്ചു കൊല്ലുന്നു. ഡാനി ആകെപ്പാടെ മരവിച്ച് കിളി പോയ പോലെ നിൽക്കുകയാണ്. കോണിയും സൈമണും പരിഭ്രാന്തരായിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പം ഗ്രാമത്തിൻ്റെ നേതാവായിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് അവരെ സമാധാനിപ്പിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ മലമുകളിൽ നിന്ന് ചാടിയവർ തങ്ങളുടെ ഹൊർഗ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കിയവരാണ്. ഹൊർഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് കേട്ടോ. വാർദ്ധക്യത്തിലെ അവശതകളും വേദനകളും അപമാനങ്ങളും പേറി മരിക്കുന്നതിന് പകരം ഞങ്ങൾ ഈ ജീവിതത്തെ അർത്ഥപൂർണമായ ഒരു പ്രവൃത്തിയായി കാണുന്നു. അവർ സന്തോഷത്തോടെയാണ് മരിച്ചത്. അതുപോലെ എൻ്റെ അവസരം വരുമ്പം ഞാനും ആനന്ദത്തോടെ മരിക്കുമെന്ന് ആ സ്ത്രീ പറയുന്നു.